ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 7 മാജിക് ഓഫ് സെൻസസ് എന്ന പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഡോഗ്. ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ലോവസ്റ്റ് ഓഫ് ദ സൗണ്ട്സ്. ഏറ്റവും താഴ്ന്ന ശബ്ദങ്ങൾ പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. നെക്സ്റ്റ് ഈഗിൾ. ഐ ക്യാൻ സീ ദ പ്രേ ഈവൻ ഫ്രം ദ ഗ്രേറ്റ് ഡിസ്റ്റൻസ്. വളരെ ദൂരെ നിന്നും പോലും ഇരയെ കാണാൻ എനിക്ക് കഴിയും. അടുത്തത് ബട്ടർഫ്ലൈ. ഐ ക്യാൻ റെക്കഗ്നൈസ് ടേസ്റ്റ് യൂസിങ് മൈ ലെഗ്സ്. എൻ്റെ കാൽ ഉപയോഗിച്ച് എനിക്ക് രുചി തിരിച്ചറിയാൻ കഴിയും. അടുത്തത് ബിയർ. ഐ ക്യാൻ റെക്കഗ്നൈസ് ഈവൻ ദ ഫെയിൻറ്റസ്റ്റ് ഓഫ് സ്മെൽസ്. നേരിയ മണം പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അടുത്തത് ക്രോക്കഡൈൽ. ഈവൻ ഇഫ് മൈ ബോഡി ഈസ് ഹാർഡ് ലൈക്ക് എ റോക്ക്, ഐ വിൽ നോ വാട്ട് എവർ ടച്ച്. എൻ്റെ ശരീരം പാറ പോലെ കഠിനമാണെങ്കിലും എൻ്റെ എവിടെ തൊട്ടാലും അതെനിക്ക് തിരിച്ചറിയാൻ കഴിയും. വാട്ട് ആർ ദ സ്പെഷ്യൽ എബിലിറ്റീസ് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ടു റെക്കഗ്നൈസ് ദർ സറൗണ്ടിങ്സ്? ഓരോ ജീവിയും പറഞ്ഞത് നിങ്ങൾ വായിച്ചു അല്ലേ? ചുറ്റുപാടുകളെ തിരിച്ചറിയാനുള്ള ഈ ജീവികളുടെ പ്രത്യേക കഴിവുകൾ എന്തൊക്കെയാണ്? കംപ്ലീറ്റ് ദ ടേബിൾ. ക്രിയേച്ചർ ഓർഗൻ സ്പെഷ്യൽ എബിലിറ്റി. ഈഗിളിന്റെ ഓർഗൻ ഐസ്, സ്പെഷ്യൽ എബിലിറ്റി ഫാർ സൈറ്റ്, ഡിസ്റ്റന്റ് വിഷൻ. അടുത്തത് ബട്ടർഫ്ലൈ ഓർഗൻ ലെഗ്സ്, സ്പെഷ്യൽ എബിലിറ്റി സെൻസസ് ടേസ്റ്റ്. അടുത്തത് ക്രോക്കഡൈൽ ഓർഗൻ സ്കിൻ, സ്പെഷ്യൽ എബിലിറ്റി സെൻസസ് ടച്ച്. അടുത്തത് ഡോഗ് ഓർഗൻ നോസ് ആൻഡ് ഇയേഴ്സ്. അടുത്തത് സ്പെഷ്യൽ എബിലിറ്റി സെൻസസ് ഫെയിൻറ്റസ്റ്റ് സ്മെൽ, കീൻ ഹിയറിംഗ്. അടുത്തത് ക്രിയേച്ചർ ബിയർ, അതിൻ്റെ ഓർഗൻ നോസ്, സ്പെഷ്യൽ എബിലിറ്റി സെൻസസ് ഫെയിൻറ്റസ്റ്റ് സ്മെല്ല്. These organs help to creature to understand their surroundings through sight, touch, hearing, smell and taste. Similarly, which are the organs that help us to understand our surroundings? കാഴ്ച, സ്പർശനം, കേൾവി, രുചി എന്നിവയിലൂടെ ചുറ്റുപാടുകൾ മനസ്സിലാക്കാൻ ഈ അവയവങ്ങൾ ജീവികളെ സഹായിക്കുന്നു. അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന അവയവങ്ങൾ ഏതൊക്കെയാണ്? ഐസ്, സൈറ്റ്, നോസ്, സ്മെല്ല്, സ്കിൻ, ടച്ച്, ഹീറ്റ്, കോൾഡ്, പ്രഷർ, പെയിൻ, ഇയേഴ്സ്, ഹിയറിംഗ്, ടങ്, ടേസ്റ്റ്. വെൻ ദ പൊസിഷൻ ചേഞ്ച്, സ്ഥാനം മാറുമ്പോൾ. ആർ ദ ഐസ് ഓഫ് ദ ക്രിയേച്ചർ സിമിലർ ടു അവർ ഓൺ ഐസ്? ലുക്ക് അറ്റ് ദ പൊസിഷൻ ഓഫ് ദ ഐസ് ഓഫ് ദ ക്രിയേച്ചർ ഇൻ ദ പിക്ചർ. മറ്റു ജീവികളുടെ കണ്ണുകൾ നമ്മുടെ സ്വന്തം കണ്ണുകളുടേത് പോലെയാണോ? ചിത്രത്തിലെ ജീവികളുടെ കണ്ണുകളുടെ സ്ഥാനം നോക്കൂ. ആദ്യത്തെ എന്താ? ഗോട്ട് ഓൺ ദ സൈഡ്സ്, ടൈഗർ ഇൻ ദ ഫ്രണ്ട് ഓഫ് ദ ഹെഡ്, ഹെൻ ഓൺ ദ സൈഡ്സ്. Classify creature into groups on the basis of position of their eyes. Those with eyes in front of the head: kite, cat, lion, tiger, cheetah. Those with eyes on the sides of the head: deer, hen, rabbit, pigeon, ostrich, giraffe. Animals with eyes on the front part of the head can understand the position and distance of object exactly. This helps animals like tigers and lions to catch their prey. Next, animals with eyes on the sides of their head can see objects on both of their sides. This helps deer and rabbits to escape from predators. Next, eye disease. What are the symptoms of conjunctivitis? അപ്പം എന്തെല്ലാമായിരിക്കും? പെയിൻ ഇൻ ദ ഐ, റെഡ്നെസ്, ഇച്ചിങ് ആൻഡ് ഡിസ്ചാർജ്, എക്സസ് ടിയർ, സെൻസിറ്റിവിറ്റി ടു ലൈറ്റ്. അടുത്തത് വാട്ട് അതർ ഐ ഡിസീസ് ഡു യു നോ? നിങ്ങൾക്കറിയാവുന്ന മറ്റ് നേത്ര രോഗങ്ങൾ എന്തൊക്കെയാണ്? കാറ്ററാക്ട്, ഗ്ലോക്കോമ, നൈറ്റ് ബ്ലൈൻഡ്നസ്, കളർ ബ്ലൈൻഡ്നസ്. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് യു സീൻ ഇൻ ദ പിക്ചർ? A boy and his mother are talking to an eye doctor. Next, just take care, see for a long time. Do not rub the eyes. Eyes തടവരുത്. Do not touch inside the eye. കണ്ണിന് ഉള്ളിൽ തൊടരുത്. Do not watch television in dim light. മങ്ങിയ വെളിച്ചത്തിൽ ടെലിവിഷൻ കാണരുത്.
ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺസ്, കമ്പ്യൂട്ടേഴ്സ്, ടെലിവിഷൻ എക്സെട്ര ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, ടെലിവിഷൻ തുടങ്ങിയവ ദീർഘനേരം ഉപയോഗിക്കരുത്. അടുത്തത് ഡു നോട്ട് യൂസ് ദ ഹാൻഡർചീഫ് യൂസ്ഡ് ബൈ അതേഴ്സ്. മറ്റുള്ളവർ ഉപയോഗിക്കുന്ന തൂവാലകൾ ഉപയോഗിക്കരുത്. അടുത്തത് റീഡ് ഇൻ എ വെൽ ലിറ്റ് പ്ലേസ്. നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വായിക്കുക. അടുത്തത് ഗെറ്റ് ദ ഐസ് ടെസ്റ്റഡ് പീരിയോഡിക്കലി. കണ്ണുകൾ എപ്പോഴും പരിശോധിക്കുക. അടുത്തത് ഇൻക്ലൂഡ് ഫ്രൂട്ട്സ്, ലീഫ്ലി ആൻഡ് അതർ വെജിറ്റബിൾസ് ഇൻ ദ ഡയറ്റ്. പഴങ്ങൾ, ഇലക്കറികൾ, മറ്റ് പച്ചക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അടുത്തത് ഹിയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. ഹൗ ഡസ് ദ ബ്ലൈൻഡ് ബോർഡ് ചൈൽഡ് ഇൻ ദ പിക്ചർ അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷൻ ഓഫ് ഹെർ ഫ്രണ്ട്സ്? വി ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അവർ സറൗണ്ടിങ്സ് ക്ലിയർലി വെൻ ഹിയറിംഗ് കമ്പൈൻസ് വിത്ത് സൈറ്റ്. ഡു വി ഗിവ് ഇനഫ് കെയർ ടു പ്രൊട്ടക്ട് ദ ഇയർ, ദ ഓർഗൻ ദാറ്റ് ഹെൽപ്സ് അസ് ടു ഹിയർ? ഈ പിക്ചർ കണ്ട പാർട്സ് ഓഫ് അവർ ഇയർ. നെക്സ്റ്റ് Ouch, my ear is itching. Come, let's go and consult the doctor. Heat some oil and pour it into the ear. Is the grandfather advice correct? Grandfather പറഞ്ഞത് ശരിയാണോ? No, the grandfather advice is not correct. We should not pour anything into the ear. നമ്മൾ ചെവിൻ്റെ ഉള്ളിൽ ഒന്നും ഇടാൻ പാടില്ല അല്ലേ? What would we do to the protect of our eyes? നമ്മുടെ ചെവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഡോണ്ട് പുട്ട് എനി ഒബ്ജക്ട് സച്ച് എസ് പെൻസിൽ, പെൻ, മാസ്റ്റിക്, സേഫ്ലി പിൻ എക്സെട്ര ഇൻ ടു ദ ഇയർ. ഡോണ്ട് ബ്ലോ ഓൺ ദ ഇയർ. ഡോണ്ട് ടേക്ക് ഇൻ മഡി വാട്ടർ. ഡോണ്ട് പോർ വാട്ടർ ഓർ ഓയിൽ into the ear. This will cause infection. Don't listen to very loud sound. It's good to wear a hat on sunny days. You can wear a headband covering the ears to resist cold. ഈ പാഠഭാഗത്തെ ബാക്കി ആക്ടിവിറ്റീസ് അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പം നാളെ തന്നെ അടുത്ത വീഡിയോയിൽ കാണാം.